യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പലുണ്ട്, PC വിഷ്ണുനാഥ് MLA ഉണ്ട്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, 9 ദിവസക്കാലമല്ല, ഇനി എത്ര ജീവപര്യന്തം ഒരുക്കിയാലും ഈ ഫാഷിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഒരുക്കമല്ല എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി എത്രയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കിയാലും നമ്മുടെ സഹപ്രവർത്തകരെ, കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എത്രയൊക്കെ തല്ലി ഒതുക്കിയാലും, ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നടന്ന സമരത്തിൽ പോലും അതിക്രൂരമായി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കമുള്ള പ്രവീണടക്കമുള്ള ആളുകളെ തല്ലിച്ചതച്ചാലും നമ്മൾ ഈ നാടിനു വേണ്ടി, ഈ ജനത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല. ഈ 9 ദിവസക്കാലം അതിനു മുൻപും നിരോപമായ പിന്തുണ നൽകിയ എന്റെ അമ്മയടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരോട്, ഈ നാട്ടിലെ മുഴുവൻ മലയാളികളോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി വരും ദിനങ്ങളിലെ ശക്തമായ പോരാട്ടത്തിലൂടെ തന്നെ നമ്മൾ പ്രതിഫലിപ്പിക്കുകയും തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ നാടാവശ്യപ്പെടുന്ന പോരാട്ടം അത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന നാളെയെങ്കിൽ നാളെ വീണ്ടും ആ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരൊറ്റ കാര്യം, ഈ നാട് വാഴുന്ന രാജാവെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കിരീടം താഴെ വെക്കുക, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്ന് കേരളത്തിന്റെ രാജാവ് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു മനുഷ്യന്മാരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിശക്തമായിട്ടുള്ള പോരാട്ടവുമായി നമ്മൾ പോരാട്ടഭൂമിയിൽ തന്നെ ഉണ്ടാകും. ജയ് യൂത്ത് കോൺഗ്രസ്. നമ്മുടെ ഈ പോരാട്ടത്തിന് രാജ്യത്തെമ്പാടും നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ BV ശ്രീനിവാസി നമ്മെ അഭിസംബോധന സംസാരിക്കും. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! രാഹുൽ ഗാന്ധി സിന്ദാബാദ്! आज बब्बर शेर आया है, पिनराई विजय, आपका गुंडा लोग, ये पुलिस जो किस तरीके से युवा कांग्रेस कार्यकर्ता को जब जब सरकार डरती है, जब जब पिनराई विजय डरता है, पुलिस को आगे करने का काम किया है। वो सारे बब्बर शेर डरेगा नहीं, अभी ये आरंभ हुआ है और आगे कहीं भी वो आवाज उठाने के लिए आप राहुल और तमाम युवा कांग्रेस कार्यकर्ता को जेल भेजने का काम किया, डरेगा नहीं है। कांग्रेस कार्यकर्ता का खून के अंदर है जेल जाना, लाठी खाने का कांग्रेस कार्यकर्ता का खून के अंदर है। आपका गलत फहमी है, जेल भेजने से, लाठी चलाने से युवा कांग्रेस घर में बैठेगा। मैं पॉलिटिकल सेक्रेटरी शशि जी को कह യൂത്ത് रहा കോൺഗ്രസിന്റെ हूं, സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് ഇപ്പോൾ പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. അല്പസമയം जो मध्य प्रदेश और उत्तर प्रदेश में जो बीजेपी का शासन चलता है, ജാമ്യം ലഭിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്.